ചെങ്കടൽ സംഘർഷത്തിന്റെ പ്രക്ഷുബ്ധമായ ഭൂപ്രകൃതിയിൽ പ്രാദേശിക വൈരാഗ്യങ്ങളും വിദേശ ഇടപെടലുകളും നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ ഒരു സുപ്രധാന പങ്ക് വഹിക്കണമെന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിക്കുന്നു. ഹൂതി കലാപത്തിന്റെ സങ്കീർണമായ വിഷയങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ഇറാനിയൻ സ്വാധീനം, വർദ്ധിച്ചുവരുന്ന സമുദ്ര ഭീഷണികൾ എന്നിവ ലളിതമായ വിവരണങ്ങൾക്കപ്പുറം സൂക്ഷ്മമായ ധാരണ ആവശ്യപ്പെടുന്നു. ഇറാന്റെ പിന്തുണയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഈ മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുമ്പോൾ ആഗോള ശ്രദ്ധാകേന്ദ്രം ഇന്ത്യയുടെ അതുല്യമായ ഭൗമരാഷ്ട്രീയ നേട്ടങ്ങളിലേക്കും ചരിത്രപരമായ ബന്ധങ്ങളിലേക്കും തിരിയുന്നു. ഒരു നിഷ്പക്ഷ മധ്യസ്ഥൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും വിവേകത്തോടെ ഇന്ത്യയുടെ സഹായം തേടുന്നു. പാശ്ചാത്യ സഖ്യകക്ഷികളുമായും ഇറാനുമായുമുള്ള ബന്ധം സന്തുലിതമാക്കുന്നതിന് ഇന്ത്യയുടെ സഹായം ആവശ്യമാണെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സാധ്യതകളെ പറ്റിയും യുദ്ധത്തിൽ തകർന്ന യമനിൽ സമാധാനപരമായ ഒരു പരിഹാരത്തിനായി പ്രത്യാശയുടെ വെളിച്ചം പ്രദാനം ചെയ്യാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിയുമെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം. പ്രാദേശിക സ്പർദ്ധകളുടെയും വിഭാഗീയ വിഭജനങ്ങളുടെയും സങ്കീർണമായ വലയിൽ കുടുങ്ങിയ യമൻ സംഘർഷം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഹൂതി വിമത പ്രസ്ഥാനത്തിനു മേലുള്ള ഇറാനിയൻ സ്വാധീനത്തിന്റെ ആരോപണങ്ങളും തന്ത്രപ്രധാനമായ ജലപാതകളിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിലുള്ള അവരുടെ പങ്കാളിത്തവും ഇതിനോടകം തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ മേഖലയെ വീണ്ടും എത്തിച്ചിരിക്കുന്നു. പരിശീലനവും സാങ്കേതിക സഹായവും സഹിതം ഹൂതികളുടെ ആയുധപ്പരകളിൽ ഇറാനിയൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഹൂതികളും ഇറാനും തമ്മിലുള്ള അടുത്ത ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ആരോപണ വിധേയമായ ഇറാന്റെ സ്വാധീനം ആയുധ വിതരണത്തിനും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നും ഹൂതികളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയകളിൽ ഇറാൻ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായും പല വിശകലന വിദഗ്ധരും അവകാശപ്പെടുന്നു. സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ഹൂതികളുടെ മിസൈൽ ആക്രമണം പോലെയുള്ള സമീപകാല സംഭവങ്ങൾ ഇറാൻ നേരിട്ട് സംഘടിപ്പിച്ചതായാണ് ചില വിദഗ്ധർ നോക്കിക്കാണുന്നത്. ഇറാനിയൻ വിദേശ നയ വിവരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അതേ നയങ്ങൾ ഹൂതികൾ സ്വീകരിച്ചതാണ് ഈ കാഴ്ചപ്പാടിന് കൂടുതൽ ആക്കം കൂട്ടുന്നത്. എന്നിരുന്നാലും ഏറ്റവും പുതിയ സംഘർഷം എന്നത് ഹൂതികൾ ഉയർത്തുന്ന സമുദ്ര ഭീഷണിയാണ്. ഒമാൻ ഉൾക്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ വിശാലമായ പ്രാദേശിക സംഘർഷത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആക്രമണങ്ങൾക്ക് ഇറാന്റെ പിന്തുണയുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായി മാറിയേക്കാമെന്നും കരുതപ്പെടുന്നു. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ഗണ്യമായൊരു ഭാഗം ഒഴുകുന്ന ഹോർമുസ് കടലിടുക്ക് നേരത്തെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട സമുദ്ര പ്രവർത്തനങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു. അതിനാൽ ഈ നിർണായക ചോക്ക് പോയിന്റിൽ ബോധപൂർവമായ ഹൂതി ഇറാൻ ക്യാമ്പയിൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അമേരിക്കയിൽ നിന്നും അതിന്റെ സഖ്യകക്ഷികളിൽ നിന്നും കടുത്ത പ്രതികരണത്തിന് കാരണമായേക്കാമെന്നും ഇത് യമൻ സംഘർഷത്തെ കൂടുതൽ വ്യാപകമായ സംഘർഷത്തിലേക്ക് ഉയർത്തിയേക്കാമെന്നും കരുതപ്പെടുന്നു. എന്നിരുന്നാലും ഈ സങ്കീർണമായ സാഹചര്യം നാവിഗേറ്റ് ചെയ്യുന്നതിന് ഇറാനാണ് ഹൂതികളുടെ പിന്നിലെ ചരടുകൾ വലിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ വിവരണങ്ങൾക്കപ്പുറം സൂക്ഷ്മമായ ധാരണ അത്യാവശ്യമാണ്. കാരണം ഹൂതികൾ വെറും ഒരു പ്രോക്സികളല്ല എന്നും വർഷങ്ങളായുള്ള പാർശ്വവൽക്കരണവും യമൻ സർക്കാരിനെതിരായ നീക്കങ്ങളും കൊണ്ട് രൂപപ്പെടുത്തിയ രാഷ്ട്രീയ അജണ്ട അവർക്കുണ്ട് എന്ന് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഇറാനിയൻ സ്വാധീനമില്ലെങ്കിൽ സൗദി അറേബ്യയ്ക്കും പാശ്ചാത്യ കപ്പലുകൾക്കുമെതിരായ അവരുടെ ആക്രമണങ്ങൾ അവരുടെ തന്ത്രപരമായ കണക്കുകൂട്ടലിൽ നിന്നും ഉരുത്തിരിഞ്ഞ മണ്ടത്തരങ്ങൾ മാത്രമാണ്. സ്ഥിതിഗതികൾ വഷളാക്കാതെ ഇരിക്കാനും സമുദ്ര ഗതാഗതത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കുറപ്പാക്കാനും നയതന്ത്ര മാർഗങ്ങളാണ് ഏറ്റവും മികച്ചത്. അന്തർലീനമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും എല്ലാ കക്ഷികളുമായും ഇടപഴകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൂക്ഷ്മമായ നയതന്ത്രത്തിലൂടെ മാത്രമേ ചെങ്കടലിലെ പ്രതിസന്ധി ഇല്ലാതാക്കാനും ഇവിടം വിശാലമായ പ്രാദേശിക സംഘർഷത്തിനുള്ള യുദ്ധക്കളമാകുന്നത് തടയാനും കഴിയുകയുള്ളൂ എന്ന് കരുതപ്പെടുന്നു. ഇവിടെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മേന്മ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത്. അതായത് യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രക്ഷുബ്ധമായ ഭൂപ്രകൃതിയിൽ പോലും ഈ പ്രതിസന്ധി ശമിപ്പിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്നത് സവിശേഷമായ ഭൗമരാഷ്ട്രീയ നേട്ടങ്ങളുള്ള ഒരു പ്രാദേശിക ശക്തി കേന്ദ്രമായ ഇന്ത്യക്ക് മാത്രമാണ് എന്ന് അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ള ലോകശക്തികൾ വിശ്വസിക്കുന്നു. സങ്കീർണമായ പ്രാദേശിക വൈരാഗ്യങ്ങളും വിദേശ ഇടപെടലുകളും അടയാളപ്പെടുത്തിയ നിലവിലെ സംഘർഷം തന്ത്രപരമായി നിർണായകമായ തുറമുഖ നഗരമായ മാരിബിലേക്ക് ഹൂതി വിമതർ മുന്നേറുന്നതോടെ നിർണായകമായ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. വ്യോമാക്രമണങ്ങളിലൂടെ നിയന്ത്രണം നിലനിർത്താൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാടും പ്രധാന രാജ്യങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധവും സമാധാനപരമായ ഒരു പ്രമേയത്തിലേക്കുള്ള പുതിയ പാത വാഗ്ദാനം ചെയ്യുന്നു. തങ്ങളുടെ സൈനിക ഇടപെടലുകളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ അമേരിക്കയും ബ്രിട്ടനും വിവേകപൂർവ്വം ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
ഹൂതി വിമതരുടെ പ്രധാന പിന്തുണക്കാരായ ഇറാനുമായുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം ഉപയോഗപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. യമൻ പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ ഇടപെടൽ ഇതുവരെ താരതമ്യേന ശാന്തമായിരുന്നു. അതായത് പ്രാഥമികമായി മാനുഷിക സഹായം നൽകുന്നതിനും നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതിലും മാത്രം ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മേഖലയുടെ സങ്കീർണമായ സഖ്യങ്ങളുടെയും ചരിത്രപരമായ സങ്കീർണതകളുടെയും വലയിൽ കുടുങ്ങിയ പാശ്ചാത്യ ശക്തികളിൽ നിന്നും വ്യത്യസ്തമായി യമൻ പ്രോക്സി യുദ്ധത്തിലെ പ്രധാന പങ്കാളികളായ സൗദി അറേബ്യയുമായും ഇറാനുമായും ഇന്ത്യ നിഷ്പക്ഷ ബന്ധം പുലർത്തിപ്പോരുന്നു. നിർണായകമായി ഇന്ത്യ ഇറാനുമായും യമനുമായും ശക്തമായ സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ പങ്കിടുകയും നൂറ്റാണ്ടുകളായി വ്യാപാരവും കുടിയേറ്റവും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഈ പങ്കിട്ട ചരിത്രം മേഖലയെ ബാധിക്കുന്ന വിഭാഗീയ രാഷ്ട്രീയ ഭിന്നതകളെ മറികടക്കുന്ന പരസ്പര ധാരണ വളർത്തിയെടുക്കുന്നു. വിശ്വാസത്തിന്റെ ഈ അടിത്തറ ഇന്ത്യക്ക് വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള വാതിൽ തുറക്കുകയും ഇറാനും വിവിധ യമൻ വിഭാഗങ്ങളും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇറാനോടുള്ള ഏതൊരു പക്ഷപാതവും പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷികളുമായും പ്രാദേശിക പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാക്കുമോ എന്ന ഭയവും നിലവിലുണ്ട്. കൂടാതെ പ്രാദേശിക നേട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സൈനിക വിജയങ്ങളാൽ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഹൂതി വിമതരെ ചർച്ചകളിലേക്ക് വരാൻ ബോധ്യപ്പെടുത്തുക എന്നത് കഠിനമായൊരു ദൗത്യമായിരിക്കുമെന്നും കരുതപ്പെടുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ സാധ്യതയുള്ള ഇടപെടൽ യമനിൽ സമാധാനപരമായ ഒരു പ്രമേയത്തിന് പ്രതീക്ഷയുടെ തിളക്കം നൽകുന്നു. ഇന്ത്യയുടെ തനതായ സാംസ്കാരികവും നയതന്ത്രപരവുമായ ആസ്തികളും വളരുന്ന ആഗോള നിലയും സൈനിക ശേഷിയും കൂടി ചേർന്ന് ഈ മേഖലയിലെ ഒരു സാധ്യതയുള്ള ഗെയിം ചേഞ്ചറായി ഇന്ത്യയെ സ്ഥാപിക്കുന്നു. ഇന്ത്യ ഒരു ഗെയിം ചേഞ്ചറായി മാറ്റാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി റീജിയണൽ പവറായി മാറുന്ന ഇന്ത്യ. ഫയർ പവറിന്റെയും ആഗോള നിലയുടെയും അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ നേടിയെടുത്ത നേട്ടങ്ങൾ ഇന്ത്യയെ മേഖലയിലെ ഏത് പ്രതിസന്ധിയും സുസ്ഥിരമാക്കാനുള്ള സാധ്യതയുള്ള ശക്തിയായി സ്ഥാപിക്കുന്നു. രണ്ടാമതായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആശ്രിതത്വം. വ്യോമാക്രമണങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കുന്നതിൽ പാശ്ചാത്യ ശക്തികളുടെ പരിമിതികൾ വിശാലമായ നയതന്ത്ര ശ്രമങ്ങളുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. മേഖലയിൽ നിലവിൽ അതിന് കഴിയുന്ന ഏക ശക്തി ഇന്ത്യ ആയതിനാൽ ഇന്ത്യ ഒരു ഗെയിം ചേഞ്ചറായി മാറുന്നു. മൂന്നാമതായി ഇറാനുമായുള്ള മികച്ച ബന്ധം. ഇറാനുമായുള്ള ഹൂതി വിമതരുടെ അടുത്ത ബന്ധവും ഇറാനുമായി നേരിട്ടിടപഴകുന്നതിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ ഒരു നിഷ്പക്ഷ മധ്യസ്ഥൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ്. നാലാമതായി ഇന്ത്യയുടെ തനതായ സ്ഥാനം. ഇറാനും യമനുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധവും പ്രാദേശിക പ്രോക്സി യുദ്ധത്തിലെ നിഷ്പക്ഷ നിലപാടും ചേർന്ന് ഇന്ത്യയെ അനുയോജ്യമായ ഒരു മീഡിയേറ്ററാക്കി മാറ്റുന്നു. അഞ്ചാമതായി വെല്ലുവിളികളും അപകട സാധ്യതകളും. സഖ്യങ്ങൾ സന്തുലിതമാക്കുക, യുദ്ധം ചെയ്യുന്ന വിഭാഗങ്ങളെ സംവാദത്തിലേർപ്പെടാൻ പ്രേരിപ്പിക്കുക, മാനുഷിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്നിവയാണ് ഈ സങ്കീർണമായ സംഘർഷം നാവിഗേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. യമൻ സംഘർഷം തുടരുമ്പോൾ ഇന്ത്യയുടെ സാധ്യതയുള്ള ഇടപെടൽ പ്രത്യാശയുടെ ഒരു വെളിച്ചമായി നിലകൊള്ളുന്നു. ഇന്ത്യ അതിന്റെ അതുല്യമായ പങ്ക് പൂർണ്ണമായും സ്വീകരിക്കുകയും ഇറാനുമായി സംഭാഷണം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നത് ഇന്ത്യ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഇന്ത്യയുടെ ഈ നീക്കത്തെ ലോകം ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വീക്ഷിക്കുന്നത്. യുദ്ധത്തിന്റെ കഷ്ടപ്പാടുകളും നാശനഷ്ടങ്ങളും കൊണ്ട് വളരെ കാലമായി വലയുന്ന ഒരു രാഷ്ട്രമായ യമനിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും യുഗം കൊണ്ടുവരാൻ ഇന്ത്യയുടെ ഇടപെടൽ സഹായിക്കുമെന്ന് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നു.